എന്താണ് കർക്കിടക ചികിത്സ? എന്തിനാണ് കർക്കിടക ചികിത്സ നടത്തേണ്ടത്? അല്ലെങ്കിൽ ആയുർവേദത്തിൽ കർക്കിടക ചികിത്സയ്ക്ക് ഇമ്പോർട്ടൻസ് പ്രാധാന്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇതാരൊക്കെയാണ് ഈ കർക്കിടക ചികിത്സ എടുക്കേണ്ടത്? നമസ്കാരം, ഞാൻ ഡോക്ടർ നവീൻ. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ കുറച്ചു നേരം സംവദിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം കർക്കിടകവും ആയുർവേദവും, അല്ലെങ്കിൽ കർക്കിടക ചികിത്സയും ആയുർവേദവും എന്ന വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ പൊതുവേ കർക്കിടക മാസമാകുമ്പോൾ എല്ലാ ഷോപ്പുകളിലും കർക്കിടക കഞ്ഞിക്കിറ്റുകൾ കിട്ടും. എല്ലാവരും ബഹുഭൂരിപക്ഷം ആളുകളും പോയിട്ട് കർക്കിടക കഞ്ഞി കുടിച്ചിട്ട് പറയും ഞാൻ കർക്കിടക ചികിത്സയിലാണ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കുറേ നാളുകളായിട്ടുണ്ട്. എന്താണ് കർക്കിടകം, അല്ലെങ്കിൽ കർക്കിടകത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ നമുക്ക് രണ്ട് വിഷു എന്നൊരു ധാരണയോ ഒരു സങ്കല്പമുണ്ട്. രണ്ട് വിഷു എന്ന് പറയുമ്പോൾ ഭൂമി അതിൻ്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ, ഭൂമിയുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് സൂര്യനെ ചുറ്റുന്നത്. ഇപ്പോൾ കോഴിമുട്ടയുടെ ആകൃതിയിൽ ഇതിന് രണ്ട് ആക്സിസ് ഉണ്ട്, അപ്പോജി പെരീജി. ഈ അപ്പോജിയിൽ വരുമ്പോൾ ഒരു വിഷുവും പെരീജിയിൽ വരുമ്പോൾ അടുത്ത വിഷു, അതിൽ രണ്ട് സംക്രമണം എന്ന് പറയും. ഈ സംക്രമണം വരുമ്പോഴാണ് എന്ത് പറയുക, വിഷു എന്ന് പറയുക. ഒന്ന് നമ്മൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, മറ്റത് ചിങ്ങത്തിൽ. അങ്ങനെയാണ് രണ്ട് വിഷുക്കളാണ് നമുക്ക് വിഷു രീതിയിലാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ് പറയുക. ഇതിൽ തന്നെ നമ്മളെ മലയാള മാസത്തിൻ്റെ കണക്ക് തന്നെ വരുന്നത്. ഇത്ര മലയാള മാസത്തിൽ ഇങ്ങനെ നമ്മളത് പറയുക കാറ്റഗറി തിരിച്ചു വിട്ടിട്ടുണ്ട് മലയാള മാസത്തെ. നമ്മുടെ നാട്ടിൻ്റെ കൾച്ചർ അനുസരിച്ചുള്ള രീതിയാണ് ഞാൻ സംസാരിക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അതല്ല ഗ്രിഗോറിയൻ കലണ്ടറോ അല്ലെങ്കിൽ മറ്റേ ജൂലിയസ് സീസറിൻ്റെ കലണ്ടറോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടർ സമ്പ്രദായത്തിലുള്ളതല്ല. അപ്പം നമ്മുടെ നാട്ടിൽ അന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥയിൽ, നമ്മുടെ കൾച്ചറിൻ്റെ അവസ്ഥയിലുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർക്കിടകം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ മാസം എത്തുമ്പോൾ ആയുർവേദത്തിൻ്റെ രീതിയിൽ വെച്ച് നമ്മൾ ചിന്തിച്ച് പറയുമ്പോൾ വാദപ്രകോപം ഉണ്ടാകുന്ന മാസം എന്നാണ് നമ്മൾ പറയുക. വാദം, പിത്തം, കഫം 3 ദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണത്. അപ്പോൾ ഈ വാദത്തിൽ തന്നെ ദോഷത്തിന് പ്രകോപനം ഉണ്ടാകുന്ന മാസമാണെന്ന് പറയാം. വാദപ്രകോപം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിന് ഫങ്ഷണലി ശരീരം ഏറ്റവും കൂടുതൽ ഡൗൺ ആവുന്ന, അല്ലെങ്കിൽ രോഗപ്രതിരോധശേഷി കുറയുന്ന, നമ്മുടെ ശരീരത്തിനെ രോഗാണുക്കൾക്ക് അല്ലെങ്കിൽ ബാഹ്യ സ്രോതത്തിൽ നിന്നുള്ള ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ ആക്രമണ വിധേയമാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് കർക്കിടകം എന്നാണ് പറയുന്നത്. ഇത് ശാരീരികമായ ഒരു വശമാണ്. പണ്ട് പഞ്ഞ കർക്കിടകം എന്നാണ് പണ്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അന്ന് ഈ നെല്ലിൻ്റെ ക്ഷാമം ഉണ്ടാവും. പണ്ടാരി കൊയ്ത്ത്, അതാണല്ലോ നമ്മുടെ ജീവന ഉപാധി, അല്ലെങ്കിൽ കൃഷിയാണ് നമ്മുടെ ജീവന ഉപാധിയായിട്ട് വരുന്നത്, ഉപജീവന മാർഗം. ചിങ്ങം വന്നു കഴിഞ്ഞാൽ പിന്നെ കൊയ്ത്ത് വന്ന് നെൽപ്പുരകളൊക്കെ നിറയുന്നത്. അപ്പോൾ കർക്കിടകത്തിലാകുമ്പോൾ നമ്മൾ അത്ര അരിഷ്ടിച്ചാണ്, നമ്മുടെ അറകളൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. കാലിയായി നമ്മൾ ഭക്ഷണം കഴിക്കാനില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ജീവിക്കുക ചെയ്യേണ്ടത്. ശരീരത്തിൻ്റെ ബലം കുറയും എന്നുള്ളതാണ്. ഇതാണ് ഒരു എക്കണോമിക്കൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വശം. കർക്കിടകത്തിൻ്റെ പഞ്ഞക്കർക്കിടകം എന്ന് വിളിക്കാനുള്ള ഒരു എന്താ പറയുക, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വശം എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയാണ് പറഞ്ഞത്. നമ്മുടെ ശരീരാവസ്ഥ ഏറ്റവും ദുർബലപ്പെടുന്ന ഒരവസ്ഥയാണ് ഇത് പറയുന്നത്. ഇനി കർക്കിടകത്തെ പറ്റി പറയുമ്പോഴുള്ള ഏറ്റവും കൂടുതൽ വരുന്ന വേറൊരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ മുരിങ്ങയില. പലർക്കും അറിയാം കർക്കിടകത്തിന് മുരിങ്ങ കഴിക്കരുതെന്ന് പറയും, പല ആളുകളും ഇപ്പോഴും പറയുന്നുണ്ട്. കാരണം മുരിങ്ങയ്ക്ക് വിഷമുള്ള സമയമാണെന്നാണ് പറയപ്പെടുന്നത്. കർക്കിടകത്തിൻ്റെ സമയത്തിൽ ആരും മുരിങ്ങയിലേക്ക് വിഷം ഇഞ്ചെക്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ കൃത്യമായിട്ട്, അത് നമ്മുടെ പൗരാണിക കാലഘട്ടത്തിൽ നമ്മുടെ പ്രാചീന നമ്മുടെ ഒരു പൂർവ്വസൂരികൾ നമുക്ക് പറഞ്ഞു തന്നേക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കണേ. കാരണം എന്ന് വെച്ചാൽ മുരിങ്ങയിൽ ഒരുപാട് ആൽക്കലോയിഡ്സ് ഉണ്ട്, പല കാര്യങ്ങൾ, പല എന്താ പറയുക കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസിന് നമ്മുടെ ബോഡി പോലെ തന്നെ ഈ സംഭവത്തിൽ ചേഞ്ചസ് വിധേയമാകുന്നൊരു സമയമാണ്. നിങ്ങൾ ശ്രമിച്ചാൽ ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ കർക്കിടക മാസം അല്ലെങ്കിൽ ആ സമയത്തെ പർട്ടിക്കുലർ ടൈമിൽ മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരു മക്കുണ്ട്, ഒരു മക്ക് ചൊവയുണ്ട്. ഈ ചൊവയുള്ളത് കൊണ്ടാണ് ഇവരെന്ത് പറയുക, ഈ സംഭവം കഴിക്കുമ്പോൾ ഇതിന് വിഷമുണ്ട് അല്ലെങ്കിൽ വിഷാംശം ഉണ്ടെന്ന് പറയാം. അല്ല മുരിങ്ങ കഴിച്ച് മരിച്ചു പോകും എന്നുള്ളതല്ല അർത്ഥം. അപ്പോൾ ആ സമയം അത് എഡിബിൾ അല്ല, നിങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്ന് പറയാനായിട്ട് നിങ്ങളൊരു പണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ, നിങ്ങളൊരു സാധനം ചെയ്യരുതെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാനൊരു ത്വര വരും. അപ്പോൾ ആ ത്വരയൊന്ന് ഒഴിവാക്കാൻ വേണ്ടി പ്രാചീനർ എന്ത് പറയും, പഴയ ആളുകൾ എന്ന് പറയും അതിൽ വിഷമുണ്ടാ ചെയ്യരുത് എന്ന് പറയാം. പിന്നെ വിഷമുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ മുരിങ്ങ ഏറ്റവും നല്ല വസ്തുവാണ്. 11 മാസവും ഏറ്റവും നല്ല വസ്തുവായി മുരിങ്ങ 12ാമത്തെ മാസം ആകുമ്പോൾ അവസ്ഥ മാറിയിട്ട് ഏറ്റവും വൃത്തികെട്ട വസ്തു ആവുന്നതല്ല. ആ മാസം അതിലുള്ള നല്ല അംശത്തേക്കാൾ കൂടുതൽ ഒരു എന്താ പറയുക, അതിൻ്റെ മോശം അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മുരിങ്ങയുടെ അതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അന്ന് എഡിബിൾ അല്ല. അതുകൊണ്ടാണ് മുരിങ്ങയുടെ ഇല കഴിക്കരുതെന്നൊക്കെ പറയാം.
അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കർക്കിടകത്തിൻ്റെ കഞ്ഞി. കർക്കിടക കഞ്ഞി അല്ല കർക്കിടക ചികിത്സ. പൊതുവെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയാണ്, നമുക്കൊരു കിറ്റിൽ കിട്ടുന്ന കഞ്ഞി വാങ്ങി കുടിക്കുന്നു, ഞാൻ എൻ്റെ മാസത്തെ കർക്കിടക ചികിത്സയൊക്കെ നടത്തി ഞാൻ ഇനി ആരോഗ്യം വീണ്ടെടുത്തു, ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് അത് ശുദ്ധ മൗഢ്യമാണ്, ശുദ്ധ അബദ്ധമാണ്. കർക്കിടക കഞ്ഞി അല്ല കർക്കിടക ചികിത്സ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, സാധാരണക്കാരൻ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക മാസത്തിലെ ഔഷധ സേവ നടത്തേണ്ട രീതികളുണ്ട്. വെറുതെ നിങ്ങൾ പോയിട്ട് കുറേ കർക്കിടക കഞ്ഞി വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാലൊന്നും ആരോഗ്യം വരില്ല. പിന്നെ ഞാനിപ്പോൾ കാണുന്നത് ഞവരേരിയാണ് ഏറ്റവും കൂടുതൽ കർക്കിടക കഞ്ഞി കാണുന്നത്. കുപോഷണജന്യം എന്ന് പറയും, അല്ലെങ്കിൽ പോഷണത്തിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാസമാണ് കർക്കിടക മാസം എന്ന് പറയും. അതാണ് വാതവൃത്തി കാരണം എന്ന് പറയുക. ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥയിൽ ആർക്കും പോഷണക്കുറവ് കൊണ്ട് അസുഖം ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് ചിലപ്പോൾ നിങ്ങൾ പറയും എൻ്റെ കുട്ടിയൊന്നും കഴിക്കണില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കഴിക്കണില്ല. കുട്ടികളുടെ കാര്യം നിങ്ങൾ വിടും, കാരണം നമുക്ക് കുട്ടികളെ പറ്റി ഒരു വലിയ കൺസേൺ ഉണ്ട്, അത് വേറെ ടോപ്പിക് തന്നെയാണ്, അതവിടെ നിൽക്കട്ടെ. നമ്മൾ വലിയ മുതിർന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എവിടെയാണ് എന്താണ് പോഷണത്തിന് കുറവ്? 3 നേരം ആഹാരത്തിന് നമ്മൾ 4 നേരം ആഹാരം കഴിക്കുന്നവരും നമ്മൾ എക്സ്ട്രാ ഫുഡ് കഴിക്കുന്ന ഒരാളുടെ ആളുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു കുപോഷണജന്യം അല്ലെങ്കിൽ പോഷണം കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ കഴിക്കേണ്ട ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഞവരേരി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണ നമ്മൾ പൊടിയരി പോലെ സരികളായാലും മതി. അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല, എങ്കിലും സത്യം അതാണ്. നമുക്ക് നമ്മുടെ പൊടിയരി പോലുള്ള അരികൾ മതി. നമ്മളിപ്പോൾ കുത്തരി നെല്ല് കുത്തി അരി എവിടെയും കിട്ടാനില്ല, പോളിഷ്ഡ് റൈസസ് ആണ് എല്ലാം കഴിക്കണത്. അത് തന്നെ ശരിയല്ല, ഭക്ഷണശീലം തന്നെ ശരിയല്ല മലയാളിയുടെ. നമ്മൾ ഞവരേരി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് വളഞ്ഞ അരി കഴിക്കണം എന്നാണ് പറയണത്. അപ്പം തന്നെ കർക്കിടക ചികിത്സ പാളി. അപ്പം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാം കിട്ടുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ കാര്യമാണ് ഇതല്ല കർക്കിടക ചികിത്സ എന്നുള്ളതാണ് അതും ധാരണ മാറ്റുക. ഈ മരുന്നുകളെല്ലാം തന്നെ എടുത്തിട്ട് നിങ്ങൾ സാധാരണ കഴിക്കുന്ന അരിയുടെ കൂടെ ഇട്ട് കഴിച്ചാലും അത് എല്ലാ ദിവസം കഴിച്ചാലും ഈ 30 ദിവസം അല്ലെങ്കിൽ 28 ദിവസം, ചന്ദ്രമാസമാണ് കണക്ക് പറയണത്, 28 ദിവസം. 28 ദിവസം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഗുണമുണ്ടാകും. ഇത് ആർക്കൊക്കെ കഴിക്കണം എന്നുള്ളത് വരും. നിങ്ങളുടെ ശരീരത്തിന് ബലം കുറവാണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി നന്നായി ഇത് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു ഡീജനറേറ്റീവ് ആസ്പെക്റ്റിലേക്ക് പോകുന്നൊരു രോഗിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുബന്ധമായ അസുഖങ്ങൾ, ഈ പറഞ്ഞ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹെൽത്തി കണ്ടീഷനോട് അനുബന്ധപ്പെട്ട ഒരാളാണ് നിങ്ങൾ, ആ കണ്ടീഷൻ മുതലുന്ന കർക്കിടക ചികിത്സയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരു മരുന്ന്, എല്ലാവർക്കും ഒരു കിറ്റ്, അങ്ങനെയല്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു കിറ്റ് പറയാൻ പറ്റും. നിങ്ങളൊരു ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുകയാണ്, ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ക്ലാസ് എടുക്കുകയാണ്, ഒരു അധ്യാപകൻ പഠിപ്പിച്ച് എല്ലാവർക്കും 1 റാങ്ക് കിട്ടുന്നുണ്ടോ? ചില ആളുകൾ നന്നായി മനസ്സിലാക്കുന്നവരുണ്ട്, അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. ചിലർക്ക് 100-ൽ 100 കിട്ടും, 100-ൽ 80 കിട്ടും, 100 തോറ്റു പോകുന്നവരുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിൽ അധ്യാപകം പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ശരീരം തന്നെ. എല്ലാവരുടെ ശരീരം ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരേ കിറ്റിലല്ല നമ്മൾ ചെയ്യേണ്ടത്. ഏത് രോഗം ഇപ്പം നമ്മുടെ ഒരു ശരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ ശരിക്കും ആയുർവേദത്തിൻ്റെ ഒപ്പീനിയൻ പറയുമ്പോൾ, നമ്മൾ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ അവസ്ഥ, ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഉള്ള ഔഷധ സേവയാണ് നടത്തേണ്ടത് എന്നാണ്. ഇനി എല്ലാവരും കാണുന്നുണ്ട് കർക്കിടകത്തിൽ പോയിട്ട് തിരുമുക എന്നൊരു പ്രതിഭാസം കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന രീതിയാണ്, എല്ലാ മാസവും കർക്കിടക ചികിത്സ നടത്താവുന്നതാണ്. കർക്കിടകം എന്ന് പറഞ്ഞ മാസം മാത്രമല്ല, ഈ കർക്കിടക മാസം തന്നെ ഇപ്പോൾ മാറിപ്പോയി. കാരണം മഴ പഴയ പോലല്ല. നിങ്ങൾക്ക് അറിയാം, പല കർക്കിടക മാസങ്ങളിലും കഴിഞ്ഞ 3-4 വർഷമായിട്ട് വെയിലായിരുന്നു. മഴയില്ലാത്ത കർക്കിടകമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥ ഋതു മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞ വസ്തു കേവലം തിരുമ്മലോ കേവലം ഔഷധക്കഞ്ഞിയോ അല്ല. ഔഷധക്കഞ്ഞി എന്ന് പറയുന്ന ഔഷധം വ്യക്തിക്ക് അധിഷ്ഠിതമാണ് എന്നും, ആ വ്യക്തികൾ അതനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഭക്ഷണമല്ല, നമ്മൾ ഈ ഔഷധം കഴിക്കണം എന്നും ഭക്ഷണം ക്രമീകരണം നടത്തണമെന്നാണ് കർക്കിടക ചികിത്സ ഏറ്റവും വലിയ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു അസുഖമുണ്ടെങ്കിൽ, ഇത് ഏറ്റവും നോട്ട് ചെയ്യുന്ന 2 പോയിന്റാണ്. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുബന്ധിച്ച ചികിത്സ കൃത്യമായിട്ട് ചികിത്സ ചെയ്യാൻ അനുയോജ്യമായ ഒരു സമയം എന്നുള്ളതാണ്. അതല്ല, നിങ്ങൾക്ക് രോഗാവസ്ഥ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ രോഗാവസ്ഥ വല്ലാതെ മൂർധന്യാവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാലിന് മുട്ടിന് വേദന, ഒരു ഉദാഹരണം പറയാണ്, ഞാൻ കർക്കിടകം വരെ നോക്കിയിരിക്കണ്ട എൻ്റെ മുട്ടിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഏത് മാസവും ചെയ്യാം. പിന്നെ കർക്കിടകമാണെങ്കിൽ നല്ലതാണ്, കാരണം ബോഡി കൂടുതൽ വീക്കാവുന്ന സമയമാണ്. അപ്പോൾ കുറച്ചൊന്ന് പ്രൊട്ടക്ഷൻ കൂടുതൽ കൊടുക്കാം, അതേ അർത്ഥം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഈ ചികിത്സ എടുക്കുന്നത് കൃത്യമായ വൈദ്യനിർദ്ദേശാനുസരണം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ വരെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ എല്ലാവരും പോയിട്ട് എൻ്റെ സ്കിന്ന് വെളുക്കണം, അല്ലെങ്കിൽ സ്കിൻ നന്നാവണം, സ്മൂത്തനാണ്, എനിക്ക് ഞവര ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്ത് കർക്കിടകത്തിൽ ഇപ്പോൾ എല്ലാവരും ഞവരക്ക് ചെയ്യണം കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും തീരെ വിയോജിപ്പുള്ളൊരു മേഖലയാണ്. കാരണം ഞവര ഭയങ്കര തണുപ്പുള്ളൊരു വസ്തുവാണ്. എല്ലാവർക്കും ഞവരയുടെ ആവശ്യമില്ല. ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺട്രാഇൻഡിക്കേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന്
നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, ആവശ്യങ്ങളില്ലയോ, ഇനി അങ്ങനെ ഒരു പ്രശ്നവുമില്ല, ഒരു യാതൊരു രോഗാവസ്ഥ ഇല്ലാത്തൊരുത്തനെ സ്വസ്ഥൻ എന്ന് വിളിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വസ്ഥന് ഈ സ്വാസ്ഥ്യം സംരക്ഷിക്കാനായിട്ട് ആയുർവേദം ഉപയോഗിക്കാം. അതിനും കർക്കിടക ചികിത്സ നല്ലതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ആംഗിളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടുന്ന മരുന്നുകൾ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ വ്യത്യാസമുണ്ട്. ഒരു ആതുരൻ അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ളവനാണെങ്കിൽ അവരുടെ ആ രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രോട്ടോക്കോൾ അത് വ്യത്യാസമുണ്ട്. അത് കൃത്യമായിട്ട് ചൂസ് ചെയ്ത് ചെയ്യണമെങ്കിൽ നല്ലൊരു ഡോക്ടറെ അടുത്ത് ചെന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അത് ഡോക്ടർ കേട്ടതിന് നിങ്ങളുടെ അവസ്ഥ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ മരുന്നുകൾ, നിങ്ങൾക്ക് അനുയോജ്യമായ ചികിത്സാ രീതികൾ എല്ലാം ചെയ്യും. അത് കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് നന്നായിരിക്കും. മാസത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ ഈ ബോഡിയുടെ വൃദ്ധിക്ഷയങ്ങളുടെ അവസ്ഥ വെച്ചിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വാതപിത്ത കഫങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ, വൃദ്ധിക്ഷയാവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ നന്നായിരിക്കുന്നത് കർക്കിടക മാസത്തിലാണ്. ഏത് മാസവും ഉചിതമാണെന്ന് തന്നെയാണ് ചികിത്സ ചെയ്യാൻ വേണ്ടി കൂടുതൽ നല്ലത് എന്നേ പറയേണ്ടതുള്ളൂ. ഇതാണ് കർക്കിടക ചികിത്സയുടെ ഇന്നത്തെ ഈ ഇറയുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി ലൈഫിൽ ടോക്സിസിറ്റി കൂടുതലുണ്ട്. ഈ പറയുന്നത് നമ്മൾ എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, ശ്വസിക്കുന്ന വായുവിൽ, കുടിക്കുന്ന വെള്ളത്തിൽ എല്ലാം ടോക്സിസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മളെന്താ പറ്റുക, നമുക്ക് അക്യൂമുലേറ്റഡ് ടോക്സിൻസ് എന്ന് പറയും. ഇതിനെ ഒന്ന് കളയാനായിട്ട്, നേർപ്പിക്കാനായിട്ട് കർക്കിടക ചികിത്സ അല്ലെങ്കിൽ നമുക്ക് ഈ കിടന്ന മെത്തേഡ്, ഇത് നമുക്ക് ഈ മെത്തേഡ് വഴി അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതിനും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അക്യൂമുലേറ്റഡ് ടോക്സിൻസ് എന്ന് പറയും, അതിനെ കളയാനായിട്ട്. അപ്പോൾ ആ ഒരു ആംഗിളിലും ഇതിന് പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ. നിങ്ങൾ രോഗിയാണെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥ, ഇനി രോഗമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ, ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ആണ് ഒരു ചികിത്സ ചെയ്യേണ്ടത്. അത് കൃത്യമായ സ്ഥലത്ത് പോയിട്ട് കൃത്യമായ രീതിയിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക.